മോദി സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ രാജ്യത്തെ കാർഷിക മേഖലയെ തകർത്ത് കർഷക ജീവിതം ദുരിതപൂർണ്ണമാക്കിയതായി അഖിലേന്ത്യാ കിസാൻ സഭ ദേശീയ സമിതി അംഗം എം മണി MLA. സബ്സിഡി വെട്ടിക്കുറച്ച് രാസവളം വില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ കേരള കർഷക സംഘം കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസ് പടിക്കൽ നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കർഷകരെ അവഗണിച്ച് വൻകിട കോർപ്പറേറ്റുകളെ സംരക്ഷിക്കുന്ന നയമാണ് കേന്ദ്രം സ്വീകരിക്കുന്നത്. രാജ്യത്ത് ഉടനീളം കർഷകർ ആത്മഹത്യ ചെയ്യുന്നു. രാസവളങ്ങളുടെ വില വർദ്ധിപ്പിച്ചതിലൂടെ എല്ലാത്തരം കൃഷികൾക്കും ഉൽപാദന ചെലവ് വർദ്ധിക്കും. മിനിമം താങ്ങുവില പോലും നൽകാതെയാണ് ഇപ്പോൾ സബ്സിഡി വെട്ടിക്കുറച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ കർഷകരെയും കർഷക തൊഴിലാളികളെയും പൂർണ്ണമായി അവഗണിച്ച് ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കാനാണ് മോദി സർക്കാരിന്റെ ശ്രമമെന്നും എം മണി കുറ്റപ്പെടുത്തി. ഈ രാജ്യത്തെ ഭൂപ്രഭുക്കന്മാരുടെ താല്പര്യം സംബന്ധിച്ചാണ് ഇന്ത്യയിൽ ടാറ്റ ബിർളമാരടക്കമുള്ള കമ്പനികളെ വളർത്തിക്കൊണ്ടുവരുന്നതിനുള്ള സാമ്പത്തികവും രാഷ്ട്രീയവുമായ നയമാണ് കോൺഗ്രസ് ഗവൺമെന്റുകൾ സ്വീകരിച്ചതെന്ന് കഴിഞ്ഞ അനുഭവങ്ങൾ വിലയിരുത്തിയാൽ നമുക്ക് കാണാൻ കഴിയുക. കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് സിതാര ജയൻ അധ്യക്ഷയായിരുന്നു. കർഷക സംഘം സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം CB വർഗീസ്, നേതാക്കളായ VR സജി, മാത്യു ജോർജ്, സജിമോൻ ടൈറ്റസ്, ബേബി മാത്യു, KP സുമാദ്, KN വിനീഷ് കുമാർ, KP സജി എന്നിവർ സംസാരിച്ചു. കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പേർ അണിനിരന്നു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.